അതീതബോധ സഞ്ചാരം. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും രൂപവും പ്രവർത്തനവും സംബന്ധിച്ച പുതിയ അറിവിലേക്കുള്ള പ്രവേശനമാണ് അതീതബോധ സഞ്ചാരത്തിലൂടെ സാധ്യമാവുന്നത്. കാരണജീവനാൽ സംഭവിക്കുന്ന പ്രപഞ്ചം എന്ന സമ്പൂർണ്ണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂമിയിൽ നിലകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവൻ ഉൽപ്പത്തിയായി പ്രവർത്തിച്ച് വളർന്ന് അറിവായി പൂർത്തീകരിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകതയും ലക്ഷ്യവും വളർന്ന് പൂർത്തീകരിക്കുന്ന ജീവന് പ്രപഞ്ച നിർമ്മിതിയിൽ ഉണ്ടായിരിക്കുന്ന സ്ഥാനവും ബോധ്യപ്പെടുന്നതിന് അതീതബോധം കൊണ്ട് സാധിക്കുന്നു. ബുദ്ധ്യാതീതം, ചിന്താതീതം. ശാസ്ത്രത്തിന്റെ നിലവിലുള്ള കണ്ടെത്തലുകളുടെ വ്യക്തതയെ പൂർണ്ണമായി ഉൾക്കൊണ്ടു തന്നെയാണ് അതീതബോധ ദർശനങ്ങൾ മുമ്പോട്ടു പോകുന്നത്. കേവലമായ ഒരു മഹാവിസ്ഫോടനത്തോടെ പ്രപഞ്ചം ജനിച്ച് പ്രവർത്തനതരമായി എന്ന വിശ്വാസത്തെയും വാദഗതികളെയും കടന്നു പോകേണ്ടതായി വരുന്നു എന്ന വിശേഷത അതീതബോധ സഞ്ചാരത്തിന്റെ പ്രാഥമിക ഘട്ടത്തിന് ഉണ്ട്. ജീവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും അധികം വിലമതിക്കാവുന്ന നിർമ്മിതിയാണെന്നും പ്രപഞ്ചം ജനിക്കുന്നത് തന്നെ ജീവനിൽ നിന്നാണെന്നും അതീതബോധ സഞ്ചാരത്തിലൂടെ കാണാനാവുന്നു. മഹാവിസ്ഫോടന സങ്കല്പത്തെ കടന്നു പോകുന്നതിനൊപ്പം പ്രപഞ്ചം നിർമ്മിതമാകാൻ ആവശ്യമായ ഊർജം എങ്ങനെ കേന്ദ്രീകൃതമായി എന്നും കേന്ദ്രീകൃതമായ ഊർജം എന്തു കാരണത്താൽ പരിവർത്തനപ്പെട്ട് പ്രപഞ്ചരൂപമായി എന്നും തുടർന്ന് ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയെന്നും പ്രവർത്തിച്ച് പൂർത്തീകരിക്കുന്നതിനൊപ്പം പ്രപഞ്ചരൂപം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും പൂർത്തീകരണം സംഭവിക്കുന്നത് എങ്ങനെയെന്നും അത്തരമൊരു പൂർത്തീകരണത്തിന്റെ കാരണതരമായ ആവശ്യം എന്തെന്നും വിശദമായി കാണാൻ അതീതബോധ സഞ്ചാരത്തിലൂടെ കഴിയുന്നു. എന്ത് കാരണത്താലായിരിക്കാം പ്രപഞ്ചത്തിന് കാരണമാകാൻ തക്ക വിധം ഇത്രയധികം ഊർജം ഇவ்விധം കേന്ദ്രീകൃതമായത്? ഇന്നത്തെ പ്രപഞ്ചത്തിന് കാരണമാകാൻ തക്ക വിധം ഒരു കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരുന്ന ഊർജത്തിന് സംഭവിച്ച വിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചോൽപത്തി സംഭവിച്ചത് എന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. അന്ധകാര വ്യാപ്തിയിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകൃതമായ ഊർജത്തിന് സംഭവിച്ച വിസ്ഫോടനത്തിലൂടെ ഇന്നു കാണുന്ന പ്രപഞ്ചം ഉത്ഭവിച്ചു. കേന്ദ്രീകൃതമായിരുന്ന ഊർജത്തിന് സംഭവിച്ച മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം ഉൽപ്പത്തിയായി എന്ന വിശ്വാസത്തെ പിന്തുണയ്ക്കുന്നതിന് തക്കവണ്ണം ചില തെളിവുകൾ ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നുമുണ്ട്. പരസ്പരം അകന്നുപോകുന്ന ഗാലക്സികളും നിരന്തരം വികസിതമാകുന്ന പ്രപഞ്ചവും മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം ഉൽപ്പത്തിയായി എന്ന നിഗമനത്തിൽ ശാസ്ത്രചിന്തയെ എത്തിക്കുന്നു. അനന്ത മഹാശൂന്യതയിലെ നിരവധിയായ നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ചും നമ്മുടെ ക്ഷീരപഥത്തെക്കുറിച്ചു പോലും കാര്യമായ എന്തെങ്കിലും അറിവ് ഇല്ലാതിരുന്ന കാലത്ത് ആകാശത്തിലെ നക്ഷത്ര നിരവധികളായ വിസ്മയങ്ങൾ കണ്ടു തോന്നിയ ഒരു കാൽപ്പനിക ഭാവനയാണ് വാസ്തവത്തിൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ അടിത്തറ. മഹാവിസ്ഫോടനത്തിന് മുമ്പ് പ്രപഞ്ചത്തിന് കാരണമായ ഊർജം ഒരു കേന്ദ്രത്തിൽ സംഗമിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് വിവരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ സിദ്ധാന്തം വിശ്വാസത്തെ ശാസ്ത്രമായി പരിഗണിച്ചിരുന്ന പഴയകാല മനോനിലയുടെ ആധുനിക മുഖമാണ് കാണിക്കുന്നത്. പ്രപഞ്ചമായി തീർന്ന ഊർജം പ്രപഞ്ചമായതിനു മുൻപ് കേന്ദ്രീകൃതമായതിനെ കുറിച്ച് വിവരണങ്ങളേയില്ല.
സ്വാഭാവികമായും ഇക്കാരണത്താൽ തന്നെ ബിഗ് ബാങ് സിദ്ധാന്തം എല്ലാ വിശ്വാസങ്ങളുടെയും പൊതുസ്വത്തായ വ്യക്തതയില്ലായ്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തതുകൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ് ഇന്നത്തെ നിലയിലുള്ള ബിഗ് ബാങ് സിദ്ധാന്തം എന്നതാണ് യാഥാർത്ഥ്യം. നിരീക്ഷണങ്ങൾക്കും ശാസ്ത്രത്തിനും ഭാവനകൾക്ക് പോലും വേണ്ടവണ്ണം വഴങ്ങാത്തതാണ് പ്രപഞ്ചം എന്ന അതിവിശാലതയും പ്രവർത്തന വൈപുല്യവും എന്നിരിക്കെ നിലവിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും ഉജ്ജ്വലമായ ഭാവന എന്ന കാരണം കൊണ്ട് വ്യക്തമായ തെളിവുകൾ പറയാനില്ലെങ്കിലും ബിഗ് ബാങ് സിദ്ധാന്തം പ്രസക്തമായി തന്നെ നിലകൊള്ളുന്നു. എന്നിരുന്നാലും ബിഗ് ബാങ്ങിന് മുമ്പ് സംഭവിച്ച ഊർജ കേന്ദ്രീകരണത്തിന്റെ കാരണം എന്തെങ്കിലും വിവരിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നതിനാൽ ബിഗ് ബാങ് സിദ്ധാന്തം മിക്കപ്പോഴും ശാസ്ത്രചിന്തകർക്ക് ഇടയിൽ നിന്ന് സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതിന് ഇടകൊടുക്കുകയും ചെയ്യുന്നു. എന്തായിരുന്നാലും സംശയ നിവാരണത്തോടെ ഊർജ കേന്ദ്രീകരണത്തിന്റെ വിവരണം കൊടുക്കാനാവും വരെ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ശാസ്ത്രം എന്നതിനേക്കാൾ ശാസ്ത്രം സ്വീകരിച്ച ഭാവനാപരമായ സമ്പന്നത എന്ന നിലയിലാണ് അലംകൃതമാകാൻ കഴിയുന്നത്. ഭൗതികമായി നിലനിൽക്കുന്ന ഒന്നിനെ സംബന്ധിക്കുന്ന വിവരണം ശാസ്ത്രീയമായി പൂർത്തീകരിക്കുന്നു എന്ന് പറയാനാവുന്നത് അതിന്റെ ഉത്ഭവത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ച് കൂടി വിവരിക്കാൻ കഴിയുന്നതിലൂടെയാണ്. പ്രപഞ്ചത്തിന് കാരണമാകാൻ മാത്രം ഉണ്ടായിരുന്ന ഊർജം മഹാവിസ്ഫോടനം സംഭവിക്കുന്നതിന് തക്കവിധം ഒരു കേന്ദ്രത്തിൽ നിക്ഷിപ്തമാകാനുള്ള കാരണം കൂടി വിവരിക്കുമ്പോൾ മാത്രമേ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ആരംഭതരമായ വ്യക്തത അവകാശപ്പെടാൻ ഉണ്ടാവുന്നുള്ളൂ. എങ്ങനെയായിരുന്നിരിക്കണം പ്രപഞ്ചമായി തീരാൻ തക്ക വിധം ഇത്രയധികം ഊർജം കേന്ദ്രീകൃതമായത്? ഇതേപോലെ തന്നെ ഊർജത്തിന്റെ അരൂപാവസ്ഥ രൂപമായി പ്രവർത്തനമാരംഭിച്ച് വളർന്ന് ജ്യോതിർഗോളങ്ങളായി തീരുന്നു എന്നതിലുപരി ഗോളങ്ങളായി തീരുന്നതിന്റെ കാരണവും ഒപ്പം ആവശ്യകതയും വ്യക്തമാക്കാൻ സിദ്ധാന്തത്തിന് കഴിയേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ ആവശ്യകത എന്തായിരിക്കാം? പ്രപഞ്ചം എന്ന പ്രവർത്തന വികാസത്തിന് സംഭവിക്കുന്ന പൂർത്തീകരണത്തിന്റെ വിശദാംശങ്ങളും പൂർത്തീകരിക്കുന്നു എന്നതുപോലെ തന്നെ ഇപ്രകാരം പൂർത്തീകരിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുമ്പോൾ മാത്രമേ ബിഗ് ബാങ്ങിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന സംശയങ്ങൾക്ക് നിവാരണം സംഭവിക്കുന്നുള്ളൂ. ഉത്ഭവം, പ്രവർത്തനം, അന്ത്യം എന്നിങ്ങനെ അനുഭവപ്പെടുന്ന പ്രാപഞ്ചികാവസ്ഥകളുടെ ഭൗതിക ക്രമവും ഓരോ ഘട്ടത്തിന്റെയും കാരണവും ആവശ്യകതയും ഫലവും വിശദീകരിക്കാൻ സാധ്യമാവുമ്പോഴേ സമ്പൂർണ്ണ ശാസ്ത്രം ജനിക്കുന്നുള്ളൂ. പ്രപഞ്ചത്തിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും കാരണം, കാര്യം, ലക്ഷ്യം, അനന്തരം എന്നിങ്ങനെ വിവരിക്കുന്നതിന് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ അറിവും ലക്ഷ്യവും വെച്ച് സാധ്യമല്ലാതിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് അറിവുകൾ ഭൗതികമെന്നും ആത്മീയമെന്നും ഒക്കെ വിഭജിക്കപ്പെടുന്നതും പൊരുത്തക്കേടുകളുടെ ഉപവിഭാഗങ്ങളിലൂടെ വിവരണങ്ങളും അന്വേഷണങ്ങളുമായി തിരിയുന്നതും. അതീതബോധ സഞ്ചാരത്തിലൂടെ സാധ്യമാവുന്ന പ്രപഞ്ച ദർശനത്തിന് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ സങ്കല്പ പരിധിയെ ഭേദിച്ച് പ്രപഞ്ചത്തിന് കാരണമായ ഊർജ കേന്ദ്രീകരണം മുതൽ ബോധ്യപ്പെട്ട് മുമ്പോട്ടു പോകേണ്ടതുണ്ട്. ഇക്കാരണത്താൽ നിലവിലെ പ്രപഞ്ചകാരണ സങ്കല്പം എന്ന മഹാവിസ്ഫോടനത്തിന്റെ സിദ്ധാന്തപരമായ ശുഷ്കാവസ്ഥയെ അഴിച്ചു കാണേണ്ടിയും ഇരിക്കുന്നു.